അതേസമയം കേരളത്തോട്, പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളോടൊന്നുമില്ല കേട്ടോ, ഈ BJP ഭരിക്കാത്ത മറ്റു സംസ്ഥാനങ്ങളോട് അത്രയ്ക്കും ഒരു വിവേചനമൊന്നുമില്ല. കേരളത്തോടാണ് അവർക്ക് വിവേചനം. കാരണം കേരളം എന്ന് പറയുന്നത് എന്നും ഈ സംഘപരിവാറിനെ എതിരായിട്ട് നിൽക്കുന്നത്. അവർക്ക് ഇതുവരെ ഈ കേരള ചരിത്രത്തിൽ തന്നെ ഒരു MLA ആണ് ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അക്കൗണ്ട് പൂട്ടി. ഇപ്പോഴൊരു MLA MP ഉണ്ട്. അത് രണ്ടും മാത്രമാണ് അവരെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടമെന്ന് പറയുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് കേരളത്തോട് തങ്ങളെ അവഗണിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്കൊരു സ്പേസ് തരാത്ത കേരളത്തോട് ആ രീതിയിലുള്ള പ്രതികാര ബുദ്ധിയാണ് ഈ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അത് പ്രധാനമന്ത്രിക്ക് അത്ര ഭൂഷണമാണോ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ, അദ്ദേഹത്തിന് അത് ഭൂഷണമാണോ എന്ന് ചിന്തിക്കണം. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു സംസ്ഥാനത്തോട് രാഷ്ട്രീയപരമായിട്ടൊരു ദുരന്തമുണ്ടായി നിൽക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കാണിക്കുന്നത് എത്രത്തോളം ശരിയാണ്. കാരണം അദ്ദേഹം ഇവിടെ വന്ന് അതിന്റെ ഒരു ആഴം മനസ്സിലാക്കിയ വ്യക്തിയാണ്, അല്ലെ? ആ ആഴം മനസ്സിലാക്കി എല്ലാ വാഗ്ദാനങ്ങളും ചെയ്യുന്നു, കേരളത്തോടൊപ്പം ഉണ്ടാവും, കേരളത്തെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അതെ, അന്നത്തെ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പക്ഷേ അന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ, മാധ്യമ സഖാക്കന്മാർ ഉൾപ്പെടെ പ്രധാനമന്ത്രി അവിടെ എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറിയത്, ഒരു കുട്ടിയോടൊക്കെ മിങ്കിൾ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ വളരെ ഇമോഷണലിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ ആഘോഷിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നുന്നത് അത് അവരുടെ ഒരു PR വർക്കിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്. പക്ഷേ ഇപ്പൊ ഈ ഒരു വേർതിരിവ് കേരളത്തോട് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രതികാര ബുദ്ധി എന്നതിലുപരി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഭീഷണിയായിട്ട് കണക്കാക്കണ്ടേ. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരൂ, തന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കുള്ളതോ നിങ്ങൾക്ക് തരേണ്ടതോ ഞങ്ങൾ തരില്ല എന്നൊരു ഭീഷണിയായിട്ട് കൂടെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും.